വെൽക്കം ബാക്ക് റോട്ടോ ടോക്സ്. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഇന്നലെ 2 മാച്ച് ഉണ്ടാവും. സൂപ്പർ സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ മാച്ചായ GT വേഴ്സസ് DC ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടി പറയണു, നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 ലൈക്ക്, അതെല്ലാവരും തന്നു. 140 ലൈക്ക് കിട്ടി. ഇന്ന് ഈസ്റ്റർ ആയ കാരണം എല്ലാവരും 150 ലൈക്ക് എന്ന ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യല്ലായിരുന്നു. 150 ലൈക്ക് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും മാച്ചിലേക്ക് കിടക്കാമല്ലേ. അപ്പോൾ ആ മാച്ചിലേക്ക് കിടക്കുമ്പോൾ എന്തായാലും മിസ്റ്റർ ബട്ട്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ പറയാതെ ആ മാച്ച് തുടങ്ങാൻ പറ്റില്ല. ഒറ്റയ്ക്ക് പോരാടി, കാലിന് വേനെടുത്തിട്ടും ആള് പക്ഷെ സെഞ്ചുറി അടിക്കാൻ പറ്റിയില്ല. ഭയങ്കര ഒരു വിഷമമായ സംഭവം. എങ്ങനെയുണ്ടായിരുന്നു മാച്ച്? മറ്റേ ടോപ്പ് 4 2 ടീമുകളുടെ മത്സരമായിരുന്നു, ഡൽഹിയും അതുപോലെ തന്നെ നമ്മുടെ ഗുജറാത്തും. അപ്പോൾ ആദ്യം ഡൽഹി ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഡൽഹിയുടെ ബാറ്റിംഗ് ഓർഡറിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈസർ ഇത്തവണ സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം തുടർച്ചയായിട്ട് ഒരു 6 മത്സരങ്ങളിലും പരാജയം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഫ്രൈസറിനെ സ്ക്വാഡിൽ ഇട്ടിട്ടില്ല. പകരം കരുൺ നായരും അതുപോലെ തന്നെ അഭിഷേക് പോറലാണ് ഓപ്പണിങ്ങിൽ വന്നത്. അപ്പോൾ കരുൺ നായരെ ഓപ്പണിംഗ് റോളിലൊക്കെ അവർ ട്രൈ ചെയ്യുന്നു. അത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. അത് രണ്ടുപേരും നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ് നൽകിയത്. ഒരു ക്വിക്ക് സ്റ്റാർട്ടായിരുന്നു. പോറൽ പെട്ടെന്ന് ഔട്ടായി. എന്നാൽ പോലും രാഹുൽ വന്നിട്ട് രാഹുൽ അങ്ങനെ സമയമെടുത്തൊന്നുമില്ല. രാഹുലും പെട്ടെന്ന് തന്നെ റൺസ് കണ്ടെത്താൻ നോക്കി. ആ റൺ റേറ്റ് താവാതെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നീട് രാഹുൽ ഔട്ടാവുന്നു, പിന്നെ കരുൺ നായർ ഔട്ടാവുന്നു, പിന്നെ അക്സർ ആയാലും സ്റ്റബ്സ് ആയാലും എല്ലാവരും പെട്ടെന്ന് ഔട്ടായെങ്കിൽ പോലും, അധികം റൺസ് എടുക്കാതെ ഔട്ടായെങ്കിൽ പോലും ആ റൺ റേറ്റ് താവാതെ തന്നെ അവർ നോക്കിയിട്ടുണ്ട് എൻ്റയർ ഇന്നിങ്സിലും. അവസാനം അശുതോഷ് ശർമ്മ വന്നിട്ടൊരു വെടിക്കെട്ട് ഇന്നിങ്സ് നടത്തി ടീം സ്കോർ 200 മുകളിൽ എത്തിക്കുകയാണ്. പിന്നെ നമ്മുടെ ഗുജറാത്തിൻ്റെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ പ്രസിദ്ധ് കൃഷ്ണ എന്ന് പറയുന്ന പ്ലെയറുടെ പേര് നമുക്കറിയാം. കഴിഞ്ഞ അദ്ദേഹം IPL ഡെബ്യൂട്ട് ചെയ്തിട്ട് കുറേ കാലം അദ്ദേഹം കേരള കണ്ടെന്ന ടൈമിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അടി കിട്ടുന്നൊരു ബോളറായിരുന്നു, അത്യാവശ്യം റണ്ണ് വഴങ്ങുന്നൊരു ബോളറായിരുന്നു. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിന് പെർഫോമൻസ് എടുത്തു തന്നെ പറയണം. ആദ്യത്തെ മത്സരത്തിൽ 3 ഓവർ എറിഞ്ഞുള്ളൂ, 40 റൺസിനോളം കിട്ടി. പിന്നീടുള്ള 5 മത്സരങ്ങളിലും 30-ന് താഴെ മാത്രം റൺസാണ് 4 ഓവറുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. ഇന്നലത്തെ മത്സരത്തിലും 40 മുകളിൽ റൺസ് കിട്ടിയെങ്കിൽ പോലും അദ്ദേഹം 4 വിക്കറ്റുകൾ എടുക്കുകയാണ്. അപ്പോൾ നിലവിലെ പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ കൂടിയാണ് പ്രസിദ്ധ് കൃഷ്ണ. അപ്പോൾ പ്രസിദ്ധ് കൃഷ്ണയുടെ പെർഫോമൻസ് നമ്മൾ എടുത്ത് തന്നെ പറയണം എന്നല്ലേ. പിന്നെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബോൾ ചെയ്തു. നമ്മുടെ ഗുജറാത്ത് നിരയിൽ ഒരു തന്നെ സായി കിഷോറിനൊക്കെ ലാസ്റ്റ് ഓവർ മാത്രമാണ് കൊടുത്തത്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇത്ര റൺസ് പോലും ചിലപ്പോൾ ഡൽഹി എടുത്തായിരുന്നില്ല. എനിവേ 200 എന്ന് പറയുന്ന ടാർഗറ്റ് അവർ സെറ്റ് ചെയ്തു. അത് എടുക്കാവുന്നൊരു സ്കോർ തന്നെയാണ്. അത്യാവശ്യം നല്ല റൺസ് വരുന്ന ഗ്രൗണ്ടാണ് മൊട്ടേറ സ്റ്റേഡിയം. അപ്പോൾ പക്ഷേ ഗുജറാത്തിനെ സംബന്ധിച്ച് ആ ഒരു ടോപ്പ് 3 പോയി കഴിഞ്ഞാൽ അവരുടെ എന്താണ്, അവർക്ക് അത്രയും ഒരു ഇതൊരു കുറവാണ്. അവരുടെ മിഡിൽ ഓർഡർ ആയാലും ലോവർ ഓർഡർ ആയാലും ഒരു ലോങ് ഇന്നിങ്സ് കളിക്കാനുള്ള പ്ലെയേഴ്സും കുറവാണ്. അപ്പോൾ ഈ ഒരു 200 എന്ന് പറയുന്നൊരു സ്കോർ ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ ദൗർഭാഗ്യം പോലെ തുടക്കം തന്നെ റൺഔട്ട് ആവുകയാണ് നമ്മുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല്. അറിയാം, ഈ ഒരു സീസൺ ഇതുവരെ ഒരു നല്ലൊരു ഇന്നിങ്സ് അല്ലെങ്കിൽ നല്ലൊരു ഇന്നിങ്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. ഒരുപക്ഷെ സായ് സുദർശനും അല്ലെങ്കിൽ ബട്ട്ലറും റുദർഫോർഡൊക്കെ ബാറ്റിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം അധികം എക്സ്പോസ് ആവാത്തതാണ് പന്തിനെ പോലെയൊക്കെ. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് വളരെ ശോകം തന്നെയാണ് ഈ ഒരു സീസൺ നോക്കി കഴിഞ്ഞാൽ. സായ് സുദർശൻ അതുപോലെ നല്ലൊരു സ്റ്റാർട്ട് തന്നെ കൊടുക്കാനാണ് ടീം. സായ് സുദർശനും ബട്ട്ലറും കൂടി ആ ഒരു റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുണ്ട്. റൺ റേറ്റ് അങ്ങനെ റിക്വയർഡ് റൺ റേറ്റ് വളരെ കൂടാതെ ഒരു നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ സായ് സുദർശൻ ഔട്ടാകുന്നതോടുകൂടി ടീം കുറച്ച് സ്ട്രഗിൾ ആവുകയാണ്. അദ്ദേഹം ഔട്ടാകുമ്പോൾ അദ്ദേഹമായിരുന്നു ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഈ കൺസിസ്റ്റൻസി ഒക്കെ എടുത്ത് പറയുകയാണ് ഈ സീസണിലും. എന്തായാലും പക്ഷേ അദ്ദേഹം ഔട്ടായി കഴിയുമ്പോൾ ടീം ഒന്ന് സ്ട്രഗിൾ ആവുന്നു. DCയുടെ സ്പിന്നേഴ്സ് നമുക്കറിയാം, കുൽദീപ് യാദവ് അതുപോലെ വിപ്രാജ്. അപ്പോൾ ഇവരൊക്കെ മിഡിൽ ഓർഡേഴ്സിലൊന്ന് കളി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും റൺ റേറ്റ് അത്യാവശ്യം 10-ന് മുകളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. 11 ഓവറിൽ 100 റൺസ് പോലും കടന്നിട്ടും ഉണ്ടായിരുന്നില്ല ഡൽഹി. ആ ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒരു പക്ഷേ ഡൽഹിക്ക് ജയിക്കാം, കാരണം ഡൽഹിയുടെ ബോളിംഗ് സ്ട്രെങ്ത് നമുക്ക് അവരുടെ ലാസ്റ്റിലോട്ടാകുമ്പോൾ മോഹിത് ശർമ്മ അതുപോലെ മിച്ചൽ സ്റ്റാർക്കൊക്കെ വരാനുണ്ട്. അതുപോലെ കുൽദീപ് യാദവ് നല്ല ഫോമിലാണ്. അങ്ങനെ 12 ഓവറിൽ ആണ് ടീം 100 കിടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പിന്നീടുള്ള 8 ഓവറുകളിലാണ് ഏകദേശം 100-ന് മുകളിൽ സ്കോർ അടിക്കേണ്ടത്. അപ്പോൾ ഡൽഹിയുടെ ബോളിംഗ് നിര ശക്തമാണ്. അപ്പോൾ ഒരു പക്ഷേ ഡൽഹി തന്നെ ജയിച്ചേക്കാം എന്നുള്ളൊരു സന്ദർഭത്തിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ക്രീസിൽ ജോസ് ബട്ട്ലർ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇത്തരത്തിലുള്ള ചേസിങ്ങുകൾ, അതായത് ഇത്തരത്തിലുള്ള വലിയ ടാർഗറ്റുകൾ ചേസ് ചെയ്യുമ്പോൾ ബട്ട്ലർ ക്രീസിലുണ്ടെങ്കിൽ അത് ടീമിലേക്ക് ഒരു ആത്മവിശ്വാസം. കാരണം ഇത് അയാളുടെ ഒരു സോണാണ്. IPL നേടിയ 7 സെഞ്ചുറികളും വിജയത്തിലായിട്ടുള്ള സെഞ്ചുറികളായിരുന്നു IPL. അതും വെറും 120 താഴെ ഇന്നിങ്സുകളിൽ നിന്ന്.
4 സെഞ്ചുറികൾ ചേസിങ്ങിൽ നിന്ന് നേടി. അതും രാജസ്ഥാന് വേണ്ടിയിട്ട് അവരെ വാലറ്റത്തൊക്കെ കൂട്ടുപിടിച്ച് പല ഇന്നിങ്സുകൾ അദ്ദേഹം ജയിപ്പിച്ചിട്ടുണ്ട്. മുംബൈ പോലത്തെ ശക്തമായ ടീമുകൾക്കെതിരെ പോലും അങ്ങനെ അത്തരത്തിലുള്ള ചേസിങ്ങുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ജോസ് ബട്ട്ലർ ക്രീസിലുള്ളപ്പോൾ വരെ ഗുജറാത്ത് ജയിക്കും എന്ന് തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷ. അത് അതുപോലെ തന്നെയാണ് നടന്നത്, നമുക്കറിയാം. പക്ഷേ അദ്ദേഹം അങ്ങനെ ഹിറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുൽദീപ് യാദവിനെ ഒരു സിക്സറിന് വർത്തി റുദർഫോർഡാണ് അവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പിന് തുടക്കം കുറിക്കുന്നത്. പിന്നീട് അടുപ്പിച്ച് 2 ബോളുകളിൽ മോഹിത് ശർമ്മൻ സിക്സർ വർത്തി റുദർഫോർഡ് അവരുടെ ആ ഒരു ഇന്ത്യൻ്റെ വ്യക്തമാക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് എല്ലാ ഓവറിലും അത്യാവശ്യം നല്ല രീതിക്ക് റൺസ് വന്ന് ആ ഒരു 10 റൺ റേറ്റിന് മുകളിലോട്ട് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ഓവറുകളും നിശ്ചിതമായ ഇടവേളയിൽ ബൗണ്ടറീസ് വരികയും ആ ഒരു റൺ റേറ്റ് നിലനിർത്തി പോവുകയും ചെയ്തു. പിന്നീടാണ് ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ഏറ്റവും ഒരു ബെസ്റ്റ് ഓവർ എന്ന് ഞാൻ കണക്കാക്കുന്ന ഒരു ഓവർ, സാക്ഷാൽ മിച്ചൽ സ്റ്റാർക്കിനെ ബട്ട്ലർ നേരിട്ട ആ ഒരു ഓവർ. 5 ഫോറുകളാണ് ആ ഓവർ അടിക്കുന്നത്. അത് കാരണം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാം മോശം പന്തുകളൊന്നുമല്ല, ഓഫ് സ്റ്റമ്പിന് പുറത്ത് വളരെ ലെങ്ത്തിൽ എറിയുന്ന പന്തുകളാണ്. പക്ഷേ അവിടെ ഫീൽഡേഴ്സിൻ്റെ ഇടയിലുള്ള ആ ഗ്യാപ്പ് കണ്ടെത്തി ബട്ട്ലർ ആ പന്ത് പ്ലേസ് ചെയ്ത് ഫോറാക്കുകയാണ്. ഒരു പക്ഷേ ബട്ട്ലറെ പോലത്തെ ഒരു പ്ലെയർ രാജസ്ഥാൻ വിട്ട് കളഞ്ഞതിൻ്റെ ഏറ്റവും വലിയൊരു മണ്ടത്തിൽ അവർക്ക് എന്തെങ്കിലും മനസ്സിലായി കാണും. ആ ഒരു ചേസിങ്ങിൽ, ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ സ്റ്റാർക്കിനെ പോലത്തെ ഒരു ബോളർ എന്ന് മനോഹരമായിട്ടാണ് അയാൾ 4 അടിച്ച് കൂട്ടുന്നതെന്നാണ്. 6 പോലെയല്ല അടിക്കുന്നത്. ആ ഗ്യാപ്പുകൾ കണ്ടെത്തി വളരെ എഫേർട്ട്ലെസ് ആയിട്ട് 4 അടിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഓവറോടും കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഗുജറാത്തിൻ്റെ കയ്യിലോട്ട് എത്തി കളി. പിന്നീട് ഏകദേശം 22 പന്തുകളിൽ നിന്ന് 30 റൺസ് മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ പിന്നീട് വീണ്ടും ചെറിയൊരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ റുദർഫോർഡ് ഔട്ടാവുന്നു. മുകേഷ് കുമാറിൻ്റെ ഓവറിന് അധികം റൺസ് വരുന്നില്ല. ഒരു ചെറിയൊരു പ്രഷർ സിറ്റുവേഷൻ വീണ്ടും ഒന്ന് ക്രിയേറ്റ് ആവണം. അവസാനത്തെ ഓവറിൽ സ്റ്റാർക്ക് വീണ്ടും വരുന്നു. ഡിഫെൻഡ് ചെയ്യാൻ അതേ 9 റൺസ് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാനെതിരെ ചെയ്ത പോലെ. പക്ഷേ തെവാത്തിയ ക്രീസിലുണ്ടാകുന്നു. അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു ഷോർട്ട് റൺ ചേസുകളും ഒക്കെ അദ്ദേഹത്തിനും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം ഒരു 6 4 അടിച്ച് കളി തീർക്കുകയാണ്. അധികം കാത്തിരിപ്പ് നൽകുന്നില്ല ഗുജറാത്ത് ആരാധകർക്ക്. എന്തായാലും ഗുജറാത്ത് അവരുടെ ആദ്യ സീസൺ പോലെ തന്നെ വലിയൊരു പേരുകേട്ട സ്റ്റാർസ് ഒന്നും ആദ്യം ഇല്ലാതെ തന്നെ വന്ന് സിമ്പിളി അവർ ഇപ്പോൾ ടേബിൾ ടോപ്പറായി മാറിയിരിക്കുകയാണ്. പ്രസീദ് കൃഷ്ണ പോലത്തെ ഒരു കീ വിക്കറ്റ് ടേക്കറും അതുപോലെ ബട്ട്ലറും സായി സുദർശനും ഒക്കെ നല്ല മികച്ച ഫോമിൽ കളിക്കുന്നു. എന്തായാലും ഡൽഹിയും ഒരു കളി തോറ്റെങ്കിൽ പോലും അവരും ടോപ്പ് 2-ലുണ്ട്. എന്തായാലും ഇനിയുള്ള വരും മത്സരങ്ങളിൽ അവർക്കും തിരിച്ചു വരാം. ഇന്നലെ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയാണ് ഡൽഹിക്ക്. പക്ഷേ അത് ഇന്നലെ ലാസ്റ്റ് ഓവറിൽ അശുതോഷ് ശർമ്മയുടെ ആക്രമണത്തിന് മുന്നേ വേറെ ആരും അധികം അങ്ങനെ ഹിറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും നല്ല മികച്ച ബോളിംഗ് ആയിരുന്നു. പക്ഷെ ബട്ട്ലറിനെ വിക്കറ്റ് എടുത്തില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നുന്നത്. ബട്ട്ലർ അവിടെ നിൽക്കുകയാണെങ്കിൽ കളി ഗുജറാത്ത് ജയിക്കും. എന്തായാലും അത് തന്നെ സംഭവിച്ചു. എന്തായാലും അദ്ദേഹത്തിന് സെഞ്ചുറി കിട്ടിയില്ല. 97 റൺസിൽ അദ്ദേഹം നോട്ട് ഔട്ടായി നിൽക്കുകയാണ് ചെയ്തത്. സെഞ്ചുറി കൂടെ ആവുകയാണെങ്കിൽ 5 സെഞ്ചുറി ആയിട്ട് അദ്ദേഹം എല്ലാ സെഞ്ചുറികളും വിജയത്തിലോട്ട് എത്തിക്കുന്ന ഒരു റെക്കോർഡായാണ്. കൂടി എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.